എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഇന്ന് 2 ദിവസം വീഡിയോ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഒന്നുമില്ല. പതിവ് പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, 5 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് വെറൈറ്റി കറികളൊന്നും വെച്ചില്ല. എന്താ പറയുക, ഇന്നലെ എന്നായിരുന്നു, ഇന്നലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെന്താ മുളക് കറി. അത് ഞാനൊരു എൻ്റെ പഴയ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ നോക്കി കാണാം. അത് പിന്നെന്താ കൂമ്പ് തോരൻ. രാവിലെ എന്നായിരുന്നു, രാവിലെ ദോശയും ചമ്മന്തിയോ അങ്ങനെയൊക്കെയായിരുന്നു. മിനിഞ്ഞാന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. പിന്നെ 2 ദിവസം ഞാൻ ജൂലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. കാരണം അവൾക്ക് ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ ഇന്നതേ വീണ്ടും ആ 2 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ജൂലിയെ കൊണ്ടുപോകാനുള്ള തരപ്പിന്. 2 പേര് ചിരിച്ചുകൊണ്ട് വരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോ, അപ്പോൾ 2 പേര് ചിരിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഞാൻ വീണ്ടും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചയിൽ കാണിച്ചു തരാം. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ കരുതുന്നത് പോലെ ഞാനാണെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മെഡിസിൻ ഉണ്ടായിരുന്നു. പക്ഷേ PMG വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാം അതിനകത്തുള്ള ഫാർമസിയിൽ തന്നെ നമ്മളെല്ലാം മെഡിസിൻസ് വാങ്ങണം. അത് നല്ലൊരു രൂപ. ഇപ്പോൾ എൻ്റെ ക്യാറ്റിന് തന്നെ വാക്സിൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് 2 വാക്സിൻ എടുത്ത് ജോലിക്ക് വിളിച്ചപ്പോൾ 2030 രൂപ 1 ഡേ. അതുകൂടാണ്ട് ഓരോ ദിവസങ്ങളിലും 500 രൂപയോളം മെഡിസിൻ ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ ക്യാഷ് ആവത്തില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാത്തിനും ഭയങ്കര ക്യാഷാണ് എപ്പോഴും നമ്മുടെ ഇന്ന്. എല്ലാത്തിനും ഒരു മെഡിസിൻ പോലും അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം നമ്മളെ കൊണ്ട് ചീട്ടെഴുപ്പിക്കുക, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ഇത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഫ്രീ ആണെന്ന് കരുതുന്ന വളരെ തെറ്റായ ഒരു ധാരണയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷുകൾ നന്നായിട്ട്, എനിക്ക് ഈ 7 days ആൻറ്റിബയോട്ടിക് കൊടുത്ത് PMGയിലൊക്കെ അപ്പോഴും നല്ല എമൗണ്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റിംഗ് ഹാളാണ്. പക്ഷെ അവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ ഒക്കെ പറയണമല്ലോ. അകത്തായാലും ഹോസ്പിറ്റലിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ. ഇത് കുടപ്പനക്കുന്നിലാണ് ഈ ഹോസ്പിറ്റലുള്ളത്. ഇന്നുണ്ടോ 10:45 ഞാൻ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്നതാണ്. ജൂലിയാണ്ടോ ഏകദേശം വൈകിട്ട് ഞങ്ങൾ അതായത് സ്കാൻ ചെയ്തു, ബ്ലഡ് എടുത്തു, ഡോക്ടർ അതിന് ഇത്രയും ടൈം, വല്ലാത്ത ടൈം ആയിപ്പോയത്. നമ്മള് ഉച്ചയായപ്പോഴേക്കും മമ്മിയും എന്റെ സ്കൈനസറേയും കൂടെ ഞാൻ അങ്ങ് തിരിച്ചു വിട്ടു. കാരണം അവരിനകത്തിരുന്ന് ചൂടുകൊണ്ട് അറിയുമായിരുന്നു. ഇവിടെ റെക്കമെൻഡ് ഉള്ള ഡോക്ടേഴ്സിനെ മാത്രമേ, മറ്റേ അതർ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നവരെ മാത്രമേ പെറ്റ്സിനെ മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അപ്പൊ സ്കൈനസറേ എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചുകൊണ്ടുപോയിരുന്നു. സ്കാൻ ചെയ്യുന്നതിനും നല്ലൊരു ക്യാഷ്, എന്താ വെച്ചാൽ സ്കാൻ ചെയ്യുന്നതിനും ബ്ലഡ് എടുത്തതിനും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് 980 രൂപ വാങ്ങി. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തുപോയി ഒരു മെഡിസിൻ എടുത്തതിന് 600 സംതിങ് രൂപ. പിന്നെ അതിന് മുമ്പ് കുറച്ച് മെഡിസിൻ ഇവിടെ ചെയ്തതിന് ഏകദേശം എനിക്ക് ആദ്യം പോയിട്ട് ഫസ്റ്റ് ടൈം ഒരു 400 സംതിങ് രൂപയുടെ ഫസ്റ്റ് ഒരു മെഡിസിൻ എടുത്തു, ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ട്. അങ്ങനെ നല്ലൊരു ക്യാഷായി. പക്ഷേ ഇത്രയും നേരമായിട്ട് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സമയം 3:40. ഇനി വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും ഉണ്ട് അവിടുത്തെ പരിപാടി. എൻ്റെ കുട്ടനകത്തിരുന്നാണ്ട് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പാവ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ട്രിപ്പ് സർജറിട്ട് 10:45 ഇത്രയും ടൈം 3:40 വരെ ഇതിനു വേണ്ടി മാത്രമാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്ത ടൈം എടുപ്പായിപ്പോയി. വെളുപ്പിനെ എഴുന്നേറ്റ് ഇത്രയും ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ ഇത്രയും ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. ശരിക്കും പറയുകയാണെങ്കിൽ കുഴഞ്ഞു പോകും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എടുത്തിട്ട് നടന്ന് ബഹളം വെക്കണുണ്ടോ അതിനകത്ത് എടുത്തിട്ട്. എന്തൊരു ബഹള. അപ്പൊ വീണ്ടും ഹോസ്പിറ്റലിലേക്ക്
2ാം ദിവസം ഹോസ്പിറ്റലിലേക്ക് പോവാ കേട്ടോ. സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇന്ന് ഹോസ്പിറ്റൽ. സാറ്റർഡേ ഇന്നലെ ഉച്ച തൊട്ട് ഏകദേശം 6-6:45 ഞാൻ തിരിച്ചു വന്നത്. ആ കഥ ഞാൻ പറയാം. അവിടെ എന്താ എനിക്കുണ്ടായ ഒരവസ്ഥ, ഞാൻ എൻ്റെ പങ്കും കൂടെ കഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഇന്ന് വീണ്ടും കൊണ്ടുപോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഡോക്ടറെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞു. 2 മണി കഴിഞ്ഞ് ഞാനപ്പോൾ ഇനി വേഗം പോവുക. ഞാൻ ഇന്ന് അടുത്ത ദിവസം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുട്ടി ഇന്ന് രാവിലെ എൻ്റെ ജോലിയുടെ സർജറിയാണ്. പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നു. അപ്പോൾ രാവിലെ കൊണ്ടുപോകാം അവളെ. ഞാൻ എന്താ 9 മണിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുക, കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ട്. രാവിലെ യൂട്രസ് റിമൂവ്. അപ്പം അനസ്തേഷ്യ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം 9 വയസ്സുണ്ട്. കൈയുടെ വെള്ളം കൊണ്ടെടുക്കുന്നതിൽ കൊണ്ടെടുക്കും അവളെ. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമാകും. അപ്പം കോംപ്ലിക്കേഷനാണ്. അനസ്തേഷ്യ 90% കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാലും നടത്തിയാണ് സർജറി. വെച്ചോമ്മി. അപ്പോൾ അങ്ങനെ എന്നാലും സർജറി ഒന്നല്ല 2 വെച്ചു. അപ്പോൾ അങ്ങനെ എന്നാലും നമ്മൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. കാരണം യൂട്രസിനകത്ത് ഇപ്പോഴും പഴുപ്പുണ്ട്. അപ്പം യൂട്രസ് റിമൂവ് ചെയ്ത്. അപ്പോൾ എപ്പോഴും ഓർത്തുള്ള ഫിമെയിൽ ഡോഗുകളെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ബ്രീഡ് ചെയ്തിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹത്തെ വളർത്തിയിട്ടൊക്കെ യൂട്രസ് ഫുള്ള് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ തിങ്കളാഴ്ച ഇന്ന് രാവിലെ അതേ നമ്മൾ കൊച്ചിനെ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി 10 മണി തൊട്ട് വെള്ളവും ഫുഡും ഒന്നും കൊടുത്തില്ല. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. വെള്ളവും ഫുഡും ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊണ്ടുപോകാനുള്ള തിരക്കിൽ. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് തന്നെ ആളിനെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഷേവൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക സർജറിക്ക് വേണ്ടിയിട്ട്. മെഡിസിനൊക്കെ ഇതേ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അതുപോലെ ജോലിനെ അനസ്തേഷ്യ കൊടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തന്നെ ഇതാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് ജോലിയെ കൊണ്ടുപോയിരിക്കുകയാണ്. അനസ്തേഷ്യ കൊടുത്ത് മയക്കിയതിന് ശേഷം അങ്ങ് കൊണ്ടുപോയിരിക്കുന്നത്. ജസ്റ്റ് 2 മണിക്കൂർ എടുക്കുമെന്ന് വന്നിരിക്കുക. നമ്മൾ പുറത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ആയില്ല എൻ്റെ കുട്ടിയുണ്ടോ ഒന്നേ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് 2ാമത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്ത് സർജറി കഴിഞ്ഞുള്ള 2ാമത്തെ ദിവസം. അപ്പോൾ 2ാമത്തെ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. മുറിവ് ഡ്രസ്സ് ചെയ്യാനും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഈ പഴുപ്പ് വന്നു തുടങ്ങിയതിൻ്റെ ആദ്യം 7 days ആൻറ്റിബയോട്ടിക് എടുത്ത് നോക്കി. അപ്പോൾ കുറഞ്ഞില്ല. അപ്പോൾ ബ്ലഡ് കൗണ്ട് ഇഞ്ചക്ഷന് പുറത്തായി. എന്നിട്ട് വീണ്ടും നമ്മൾ ഇഞ്ചക്ഷൻ വീണ്ടും 7 days വീണ്ടും തന്നു. അപ്പോൾ ബ്ലഡ് കൗണ്ട് 80,000 ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ യൂട്രസിനകത്ത് പഴുപ്പുണ്ടെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ വീണ്ടും 30,000 ആക്കി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അനസ്തേഷ്യ കൊടുത്ത് സർജറി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഇവിടുത്തെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ഇതായത്. ബാക്കി PMG വെറ്റിനറി ഹോസ്പിറ്റലിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും മെഡിസിൻസ് എല്ലാം പുറത്ത് നൽകേണ്ടി വന്നു.
അപ്പോൾ മെഡിസിൻസ് എല്ലാം പുറത്തെടുക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ പേയ്മെൻറ്റ് നല്ല രീതിയിൽ എനിക്കുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം അവൾ ഓക്കെ വരുന്നു. അപ്പം സർജറി കഴിഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം ആൾ ഫുഡൊന്നും കഴിച്ചില്ല, വെള്ളമൊന്നും കുടിച്ചില്ല. പക്ഷേ ഇപ്പം നിലവിൽ ആൾ ഓക്കെ ആയി വരുന്നത്. ഇരിക്കുന്നുണ്ട്, കൊച്ചു കുട്ടിയിൽ ഇരിക്കുന്ന പോലെ കയ്യിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് പോകാനാണ്, എല്ലായിടത്തും പോകാൻ ഇഷ്ടം ആൾക്ക്. അങ്ങനെ 5 ദിവസം നമ്മളിവിടെ ഇഞ്ചക്ഷൻ എടുക്കുകയും മുറിവ് ഡ്രസ്സ് ചെയ്യിക്കുകയും വേണം. വയറ്റിൻ്റെ ഭാഗത്ത് മുറിവ് ഡ്രസ്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും 6ാമത്തെ ദിവസം വീണ്ടും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെയാണ്. പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് വണ്ണം വെക്കാൻ ഇനിയും സാധ്യതയുണ്ട്. പിന്നെ വിശപ്പും കൂടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഥ. കിടക്കണമുണ്ടോ വെള്ളിപ്പെണ്ണേ, ഡ്രസ്സ് ചെയ്യാൻ കിടക്കണ രംഗാണിത്. എൻ്റെ പാവം നോക്കലേ. മോളെ നോക്കിയേ, മോളെ കണ്ട കുഞ്ഞാപ്പിയേ. ഞാനൊരു കാര്യം കാണിച്ചത്, എനിക്കൊരു പനി. അപ്പോൾ കുറേ ദിവസം കൊണ്ട്, ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് എൻ്റെ ജോലിയെ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഡ്രസ്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സർജറി ചെയ്ത ഹോസ്പിറ്റലിൽ കൊണ്ടു. അപ്പം എൻ്റെ കൂടെ എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇഞ്ചക്ഷൻ എടുക്കുകയും ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വയറ്റത്തുള്ള സ്റ്റിക്കറൊക്കെ എടുക്കുമ്പോൾ വേദനയുണ്ട്. പക്ഷേ എന്നാൽ പോലും എൻ്റെ കൂടെ അവൾക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ, കാറ് കയറാനൊക്കെയുള്ള അവളുടെ ഒരു വ്യഗ്രത ഞാൻ കാണിച്ചില്ല. എൻ്റെ മുഖമൊക്കെ കടുത്തിരിക്കുന്നത് എനിക്ക് പനി ആയതുകൊണ്ട് കേട്ടോ. എനിക്ക് നല്ല പനിയുടെ ലക്ഷണം. എന്നിട്ട് ഞാൻ ഇന്നലെ കുളിച്ചിട്ട് വേഗം ഞാൻ പോകുന്നത്, സ്ഥിരമായിട്ടൊരു അമ്പലത്തിൽ പോകുന്നത് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ടേക്ക് തീരെ വയ്യാഞ്ഞിട്ട് പോലും ഞാൻ വൈകിട്ട് ഈവനിങ്ങിൽ ഫുഡ് അപ്പവും പൂരിയും അതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ സ്പോട്ടിൽ കുളിച്ചിട്ട് 7 സമയത്ത് കുളിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് ഓടുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് പനി അങ്ങ് കൂടി, എനിക്കങ്ങ് ബോഡി പെയിനും ഒക്കെ ആയിട്ട്. പക്ഷേ എന്നാലും എനിക്ക് അവളെ കൊണ്ടുവരിക്കാൻ പറ്റില്ല, കാരണം ഇന്നിവിടെ ആകുമ്പോഴാണ് തൊട്ടടുത്തുള്ള ആൻറ്റിബയോട്ടിക് തീരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ വീണ്ടും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകണം. അപ്പോൾ ഞാനപ്പോൾ ജൂലി അവൾക്ക് ആ കാറിൽ എൻ്റെ കൂടെ വരാനുള്ളൊരു വ്യഗ്രത ഞാനൊന്ന് കാണിച്ചു തരാവേ. എവിടെ പോകണ്ടേ, ടാറ്റ പോകണ്ടേ, പോകാം. മമ്മിയെ വിളി. റെഡി ആയില്ലേ മമ്മി? ബാ ഉണ്ട്, എന്നെക്കാട്ടി മുമ്പേ കാറിൽ പോകാനുള്ള ഓട്ടം കണ്ട. ആ ആ എന്തുവാ എടുത്തിട്ട് എന്താ വേണം? എന്തുവാ എവിടെ പോണം? മമ്മി വരണ്ടേ? എവിടെ പോണം? മമ്മി വരണ്ടായോ? മമ്മി വരട്ടെ. എൻ്റെ പൊന്നെ, മമ്മി ഒന്ന് വന്നോട്ട്. എവിടെ പോണം? മമ്മി വരുന്നുണ്ട് കൊച്ചേ, വാ. മമ്മി കയറി ഇരിയമ്മി.
എടുക്കുവാണേ. ആ ആ മമ്മി കയറിയില്ലേ? നിൽക്ക് നിൽക്ക്. ആ ആ ആ നീ എടുത്തെടുത്ത്. സന്തോഷം. കണ്ടോ, കാറ് കയറാനുള്ള ബഹളമായിരുന്നു ഇത്രയും നേരം. കണ്ടോ